കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു പ്രഭാതവും കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവവചനം പറയുന്നു, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. സങ്കീർത്തനങ്ങൾ 19:1. ഈ പ്രകൃതിയിൽ എവിടെ നോക്കിയാലും ദൈവത്തെ കാണുവാൻ സാധിക്കും. പ്രകൃതി, പ്രപഞ്ചം, ആകാശം, ആകാശവിധാനം, ഇതെല്ലാം ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് വിളിച്ചറിയിക്കുന്നു. ഇറ്റ് ഹാസ് എ ക്രിയേറ്റർ. ഇതിന് ഒരു സൃഷ്ടാവുണ്ട്. ഈ പ്രകൃതി നമ്മോട് പറയുന്നു, ഇറ്റ് ഹാസ് എ ക്രിയേറ്റർ. ഇതിനൊരു സൃഷ്ടാവുണ്ട്. നോക്കിയേ, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. അവൻ എങ്ങനെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഒരു ദൈവമില്ല എന്നും ഇതിന് ഒരു സൃഷ്ടിതാവില്ല എന്നും? ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കുമളി സെൻറ്ററിൽ, അതായത് കുമളി ടൗണിനോട് അടുപ്പിച്ച് ഉള്ള ഹോളിഡേ ഹോമിൻ്റെ പ്രിമിസിസിലാണ്. ഈ പ്രിമിസിസിൽ കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് പറയുവാൻ സാധിക്കുമോ ദൈവമില്ല എന്ന്? ഇതിൻ്റെ പ്രകൃതിയെ ഒന്ന് ആസ്വദിച്ച് നോക്ക്, ഇതിൻ്റെ ചുറ്റുപാടിനെ ഒന്ന് വീക്ഷിച്ച് നോക്ക്. ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് അടുക്കോടും ചിട്ടയോടും കൂടെ ഉള്ള പ്രകൃതി, പ്രപഞ്ച അതിൻ്റെ നിരീക്ഷണങ്ങളാണ്. വേറെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ചില വസ്തുതകളുണ്ട്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുമ്പോൾ ആകാശവിധാനം അതിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നുള്ള തിരുവെഴുത്തിന് ഒരു ബ്യൂട്ടി അഥവാ ഒരു മനോഹാരികത ഇവിടെ പകരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 33 സ്തോത്രം, അതിൻ്റെ ഒരു വാക്യമുണ്ട്. അതിൻ്റെ സ്തോത്രം ഇങ്ങനെയാണ് കാണുന്നത്: ദൈവത്തിന് പ്രകൃതിയോടും പ്രപഞ്ചത്തോടും പകലിനോടും രാത്രിയോടും നിയമങ്ങളുണ്ട്. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 33:20 വാക്യമാണ്. ദൈവത്തിന് പ്രകൃതിയോട്, പകലിനോട്, രാത്രിയോട് ഒക്കെ നിയമങ്ങളുണ്ട്. ആ നിയമമനുസരിച്ച് ഇവിടെ രാത്രിയും പകലും ഒക്കെ മാറി മാറി വരുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രകൃതി ഭംഗിയിലൂടെ നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ദൈവം സാക്ഷാൽ ആരാണ്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ഈ വചനം എന്ന് പറയുന്നത് ജഡരൂപത്തിൽ യേശുക്രിസ്തുവായി നമ്മുടെ ഇടയിൽ വന്നു. കൃപയും സമാധാനവും നിറഞ്ഞവനായി നമ്മുടെ കർത്താവ് നമ്മുടെ ഇടയിൽ പാർത്തു. ഈ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവ്. അപ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ യേശുവിനെ കാണുവാനിടയായിത്തീരും, ലോകരക്ഷിതാവിനെ കാണുവാനിടയായിത്തീരും. ഈ ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിനാൽ ഉളവായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ മനോഹാരികതയിൽ നിന്നുകൊണ്ട് നമുക്ക് പറയുവാൻ സാധിക്കും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അതേ പ്രിയരെ, ഈ പ്രപഞ്ചത്തെ നന്നായി സൃഷ്ടിച്ചവനാകുന്ന ദൈവത്തെ നോക്കിക്കൊണ്ട് ഈ പ്രപഞ്ചം വിളിച്ചു പറയുന്നു, ആകാശം വിളിച്ചു പറയുന്നു, പ്രകൃതി വിളിച്ചു പറയുന്നു, ഒരു ദൈവമുണ്ട്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. നമുക്കും ചേർന്ന് പറയാം, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവേ, ഈ പ്രകൃതിയും പ്രപഞ്ചവും ആകാശവും ഇവിടെ എല്ലാം വിളിച്ചു പറയുന്നു, അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.